Good morning, dear children. Today we are starting with the first lesson in the first unit. It's a story, His First Flight, and it is written by an Irish writer, Liam O'Flaherty. The story tells about a young seagull who makes his first flight, overcoming all the difficulties that he felt in making his first flight. Liam O'Flaherty was a major Irish novelist and a short story writer. He was born in 1896 in Ireland, and he was considered or ranked as one of the foremost socialist writers in the first part of the 20th century in Ireland, because he wrote about the common people's experiences and that also from their perspective. And here we have one of his famous short stories, His First Flight. Now take page number 13 of your text. There, at the end of the story, you are given a short note on the writer Liam O'Flaherty. Liam O'Flaherty, born in 1896 and died in 1984, was an Irish novelist and a short story writer. His works are noted for their psychological insight into life's problems and the ways of overcoming them. Underline their psychological insight up to overcoming them. അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ലിയാം ഓഫ്ലഹർട്ടിയുടെ കഥകളുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് അതിലൂടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ഒരു ഉൾക്കാഴ്ച, മനഃശാസ്ത്രപരമായ ഒരു സമീപനം, അങ്ങനെ എന്താണ് ആ പ്രോബ്ലം എന്ന് മനസ്സിലാക്കി തരിക മാത്രമല്ല, ദ വേസ് ഓഫ് ഓവർകമ്മിങ് ദം, അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നൊരു ഉത്തരം കൂടി അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കൂടി ഇദ്ദേഹത്തിൻ്റെ കഥകളിൽ ഉണ്ടാവാറുണ്ട്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിലേറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ആസ് വെൽ ആസ് ദ നീഡ് ടു റിമെയിൻ ഇൻവോൾവ് ഇൻ ഫാമിലി ലൈഫ്. അണ്ടർലൈൻ ദാറ്റ് ഓൾസോ. അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് ഇത് നിങ്ങൾക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു റിവ്യൂ പോലെ എഴുതേണ്ട വരുന്ന സന്ദർഭങ്ങളിൽ, കഥയെക്കുറിച്ച് എഴുതി വരേണ്ട സന്ദർഭങ്ങളിൽ ഇത് ഉപയോഗിക്കാമെന്ന്. ഈ കഥ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ഈ കഥ ഒരേ സമയം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കോൺഫിഡൻസോടുകൂടി അവനവനിൽ തന്നെ ഉണ്ടാവേണ്ട ആത്മവിശ്വാസം, അത് ഉണ്ടാവേണ്ടതിനോടൊപ്പം തന്നെ നീഡ് ടു റിമെയിൻ ഇൻവോൾവ് ഇൻ ഫാമിലി ലൈഫ്. ഇൻഡിപെൻഡൻ്റായി വീട്ടുകാരെ ഉപേക്ഷിച്ച് പോവുക എന്നുള്ളതല്ല, ഇൻഡിപെൻഡൻ്റായി ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഫാമിലി ലൈഫുമായിട്ട് എത്രത്തോളം ഇൻവോൾവ് ആവേണ്ടതുണ്ട് എന്നും നമുക്ക് കാണിച്ചു തരുന്നൊരു കഥയാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ത്രൂ ദ സ്റ്റോറി ഓഫ് ദ ബേർഡ്സ്, ദ റൈറ്റർ കൺവേസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ്. അണ്ടർലൈൻ ദോസ് ടു വേർഡ്സ്, സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ്. ഇവിടെ ഈ പക്ഷികളുടെ കഥയിലൂടെ, ഈ സീഗൾസിൻ്റെ കഥയിലൂടെ നമ്മൾ ഓരോരുത്തർക്കും സെൽഫ് എസ്റ്റീമും സെൽഫ് റിലയൻസും ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഓതർ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ, എസ്റ്റീം എന്ന് പറഞ്ഞാൽ മതിപ്പ് എന്നാണ്. നമ്മൾക്ക് നമ്മളെക്കുറിച്ച് തോന്നേണ്ട ഒരു മതിപ്പ്. ഞാൻ തീരെ മോശമല്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ പറ്റും എന്ന് നമ്മൾക്ക് തന്നെ നമ്മളോട് തോന്നേണ്ട ഒരു മതിപ്പ്. മറ്റൊന്ന് സെൽഫ് റിലയൻസ്. റിലയിങ് മീൻസ് ഡിപ്പെൻഡിങ് ഓൺ വൺ സെൽഫ്. എപ്പോഴും ഓരോ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത. ഇതൊക്കെയാണ് ഈ ഒരു കഥയിലൂടെ വായനക്കാരിലേക്ക് കൺവേ ചെയ്യാനായിട്ട് റൈറ്റർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ പിക്ചർ ഓഫ് എ സീഗൾ. ഇറ്റ്സ് എ സ്മോൾ ബേർഡ് ഹാവിങ് തിൻ ലെഗ്സ് ആൻഡ് യെല്ലോ കളേർഡ് ബീക്ക്. ബോഡി of color of the body varies from birds to birds. Normally അടിവയറിൻ്റെയും ചെസ്റ്റിൻ്റെ ഭാഗമൊക്കെ വൈറ്റ് കളേർഡ് അല്ലെ കുറച്ചൊരു ലൈറ്റ് ഗ്രേ കളർ വരും. വിങ്സ് ആണ് എടുത്ത് കാണിക്കുന്നത്. ആൻഡ് വൺ മോർ തിങ് ഈസ് ദ ശരീരം തീരെ ചെറുതാണെങ്കിലും വെൻ ദ ബേർഡ് സ്പ്രെഡ്സ് ഹിസ് വിങ്സ് കമ്പാരിറ്റീവ്ലി ലാർജർ ദാൻ ഇറ്റ്സ് ബോഡി. നല്ല വിടർന്ന് നിൽക്കുന്ന, നല്ല ലെങ്തി ആയ നല്ല വലിയ ചിറകുകളാണ് ഈ പക്ഷിക്കുള്ളത്. ആ വിങ്സിൻ്റെ കളറ് ഗ്രേഡ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് സാധാരണയായിട്ട് കാണാറുള്ളത്. ദിസ് ഈസ് അനദർ ബേർഡ്. സീ ദ കളർ ചേഞ്ച്, സീ ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് വിങ്സ് വെൻ ഇറ്റ് ഫ്ലൈസ്. സോ ലോങ് ആൻഡ് ലാർജ് വിങ്സ്.
Now we can start with our lesson. Before reading the lesson, there are a few lines given for you about the passage in page number 10. It's the story of a young seagull that was afraid to make its first flight and how its parents goaded it into action and thereby equipped it to face the challenges of life. ഇതിൽ ഒരു യങ് സീകളുടെ കഥയാണ് പറയുന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ആ യങ് സീകള് പറക്കാൻ പേടിച്ചു നിന്നതും അതിൻ്റെ പേരൻസ് എങ്ങനെ ആ പേടി മാറ്റി അതിനെ പറക്കാൻ പഠിപ്പിച്ചു എന്നുള്ളതുമാണ് ഇതിൽ പറയുന്നത്. And there are some words there. Goading someone means നമ്മൾ ഫോഴ്സ്ഫുള്ളി നിർബന്ധിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ പ്രൊവോക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കുക എന്നുള്ളതിനാണ് ഗോഡിങ് എന്ന് പറയും. വെൻ വി റീഡ് ദ ലെസൺ, വെൻ വി റീഡ് ദ സ്റ്റോറി, നമുക്കറിയാം എന്താണ് അവിടെ നടന്ന ആക്ഷൻ എന്താണെന്ന് പറയാൻ പറ്റും. ആൻഡ് എക്യുപ്പിംഗ് ഇറ്റ് മീൻസ് അതിനെ സജ്ജനാക്കുക. എന്തിന്? ടു ഫേസ് ദ ചലഞ്ചസ് ഓഫ് ലൈഫ്. ജീവിതത്തിലെ ചലഞ്ചസിനെ, വെല്ലുവിളികളെ നേരിടാൻ ആ ലിറ്റിൽ സീഗളിനെ അതിൻ്റെ പേരൻറ് ബേർഡ്സ് എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതുമാണ് ഇവിടെ ലിയാം ഓഫ് ലഹർട്ടി ഈ കഥയിലൂടെ നമ്മളോട് പറയുന്നത്. When the story begins, we see the young seagull sitting alone on his ledge. But don't think that he was an orphan. He has a family. But now he is left alone by his own family. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതിൻ്റെ കാരണമാണ് കഥയുടെ തുടക്കത്തിൽ റൈറ്റർ നമ്മളോട് പറയുന്നത്. ലെറ്റ് us see. The young seagull was alone on his ledge. He was sitting alone on his ledge. ledge എന്ന് പറയുന്നത് ചില ബീച്ചുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പാറക്കെട്ടുകൾ കാണും ചുറ്റും. അങ്ങനെ കുത്തനെയുള്ള പാറക്കെട്ടുകളുടെ, ക്ലിഫ് എന്ന് പറയുന്ന പാറക്കെട്ടുകളുടെ വശങ്ങളിൽ ചിലയിടത്ത് ചെറുതായിട്ടൊരു പ്രൊജക്റ്റഡ് ഏരിയ കാണും, കുറച്ചൊരു പ്ലാറ്റ്ഫോം പോലെ ഇത്തിരി പുറത്തേക്ക് തള്ളി നിൽക്കും. Usually the seagull or other seabirds build their nest on such ledges. ഇവിടെ നമ്മുടെ യങ് സീഗളിൻ്റെയും നെസ്റ്റ് അങ്ങനെ ഒരു ലെഡ്ജിലായിരുന്നു. ആൻഡ് വി സീ ഹിം സിറ്റിംഗ് ദർ അലോൺ. Let us see what happened to him. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. So, കഴിഞ്ഞ ദിവസം, തലേ ദിവസം ഇവൻ്റെ സഹോദരങ്ങൾ, രണ്ട് സഹോദരന്മാരും ഒരു ചെറിയ സഹോദരിയും പറക്കാൻ പഠിച്ച് ഇവിടെ നിന്ന് പറന്ന് പുറത്തേക്ക് പോയിരുന്നു. അവൻ്റെ അച്ഛനമ്മമാർ അവനെയും പറക്കാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ്. ബട്ട് ആ യങ് ലിറ്റിൽ സീഗൾ വാസ് അഫ്രൈഡ് to fly. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. Not that he is disobedient, avan anusarikkadirunnathalla, but when he tries to run towards the brink of the ledge, brink means edge, and attempted to flap his wings, flapping means chiragadikkuka, chiragu veeshuka, he became afraid. എന്തുകൊണ്ടാണെന്ന് നോക്കൂ. The great expanse of sea stretched down beneath, and it was such a long way down, miles down. So when he comes to the edge of the ledge and accidentally he looks down. When he looks down, he sees the great expanse of sea. വിശാലമായ കടൽ താഴെ, മൈലുകളോളം താഴെയാണെന്ന് അവന് തോന്നുന്നു. ആ കടൽ കാണുമ്പോൾ he becomes afraid. He felt certain that his wings would never support him. എന്തുകൊണ്ടാണ് ഭയം തോന്നുന്നത്? He had a belief, or he thought that his wings could not support him. തൻ്റെ ചിറകുകൾക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാനാവില്ല. പറക്കാൻ ശ്രമിച്ചാൽ തൻ്റെ ശരീരത്തിൻ്റെ ഭാരം താങ്ങാൻ തൻ്റെ ചിറകുകൾക്ക് പറ്റില്ല എന്നൊരു വിശ്വാസം അവൻ്റെ ഉള്ളിൽ കയറിക്കൂടി. അതുകൊണ്ട് തന്നെ താഴെ കടൽ കാണുമ്പോൾ അവന് പറക്കാൻ ശ്രമിക്കാൻ കൂടെ ഭയമാവുകയാണ്. പറക്കാൻ നോക്കിയാൽ എൻ്റെ ചിറക് കുഴയും, അല്ലെങ്കിൽ എൻ്റെ ചിറകിന് എന്നെ താങ്ങാൻ പറ്റില്ല, അപ്പോൾ ഐ വിൽ ഫോൾ ഡൗൺ ഇൻ ടു ദ സീ ആൻഡ് ഡൈ. അതാണ് അവൻ്റെ മനസ്സിലെ ഭയം. ആൻഡ് സോ ഹി ബെൻഡ് ഹിസ് ഹെഡ് ആൻഡ് റാൻ അവേ ബാക്ക് ടു ദ ലിറ്റിൽ ഹോൾ അണ്ടർ ദ ലെഡ്ജ് വെർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. സോ ദോ ഹി ട്രൈഡ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ് ആൻഡ് ട്രൈഡ് ടു ഫ്ലൈ അവേ, ഹി കുഡ് നോട്ട് ഡു ദാറ്റ് ബിക്കോസ് ഓഫ് ഹിസ് ഫിയർ. And his condition shows, it is shown by his body language. See, he bent his head and
went back to the little hole under the ledge where he slept at night. It means his nest. പറക്കാൻ ശ്രമിക്കാഴികയല്ല, പക്ഷേ ഭയം മൂലം പറക്കാൻ കഴിയുന്നില്ല അവന്. ആ കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഹി ഗോസ് ബാക്ക് ടു ഹിസ് നെസ്റ്റ്. ബെൻഡ് ഹെഡ് എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ജസ്റ്റ് തിങ്ക് ഓഫ് യുവർ സെൽഫ് ഇൻ എ ക്ലാസ് വെൻ ദ ടീച്ചർ ആസ്ക്സ് എ ക്വസ്റ്റ്യൻ. ടീച്ചർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾ തല ഉയർത്തി തന്നെ എനിക്കറിയാം എന്നുള്ള, അല്ല ചോദിച്ചോളൂ പറയാം എന്നുള്ള രീതിയിൽ ഇരിക്കാം. ബട്ട് ഇഫ് യു ഡസൻറ്റ് നോ ദ ആൻസർ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. കഴിയുന്നതും മുമ്പിലുള്ള ആളുടെ തലയുടെ അല്ലെങ്കിൽ ആ പുറകിലേക്ക് ഒളിഞ്ഞിരിക്കുക, തല കുനിച്ചിരിക്കുക, എന്നെ നോക്കല്ലേ, ടീച്ചർ കാണല്ലേ, എന്നോട് ചോദിക്കല്ലേ എന്നുള്ള രീതിയിൽ. സോ ദെയർ യുവർ ബെൻഡ് ഹെഡ് ഷോസ് ദാറ്റ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ടു ഗിവ് ദ ആൻസർ. നിങ്ങൾക്ക് ആ ഉത്തരം പറയാൻ ഉള്ള കോൺഫിഡൻസ് ഇല്ല. അതാണ് നിങ്ങളുടെ കുനിഞ്ഞ ശിരസ് അവിടെ കാണിക്കുന്നത്. സിമിലർലി ദ യങ് സീഗൾ ഹിയർ, he is not confident to make his first flight. He fears that I can't fly. My wings would not support me. അവൻ്റെ ഉള്ളിലെ ആ ഒരു ആത്മവിശ്വാസക്കുറവ്, എനിക്ക് പറ്റില്ല, ഞാൻ ഒരു പക്ഷി എന്ന നിലയ്ക്ക് എൻ്റെ ആ ഒരു കഴിവാണ്, അല്ല അത് പ്രകടിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ള പരാജയം സമ്മതിക്കൽ, അതാണ് നമ്മുടെ കുനിഞ്ഞ ശിരസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആ പക്ഷി സ്വയം അങ്ങ് വിശ്വസിക്കുക, എനിക്ക് പറക്കാൻ പറ്റില്ല, എൻ്റെ ചിറകുകൾ എന്നെ താങ്ങില്ല, ഞാൻ പറക്കാൻ ശ്രമിച്ചാൽ താഴെ കടലിലേക്ക് വീണ് മരിച്ചു പോവുകയുള്ളൂ. അപ്പോൾ ആ സമ്മതിച്ചു കൊടുക്കൽ, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യൽ, പരാജയം ആക്സെപ്റ്റ് ചെയ്യലാണ് നമ്മുടെ കുനിഞ്ഞ ശിരസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ പക്ഷി ഹീസ് ആക്സെപ്റ്റിംഗ് ദാറ്റ് ഐ കാൺട്ട് ഫ്ലൈ. ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take that plunge, which appeared to him so desperate. തലേ ദിവസം പേരൻസ് സഹോദരങ്ങളെ പറക്കാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇവൻ്റെ മുമ്പിൽ കൂടാണ് ഇവൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരും, സഹോദരന്മാരും ചെറിയ സഹോദരിയും, they ran to the brink. Brink means edge. ആ ലെഡ്ജിൻ്റെ വക്ക് വരെ ഓടിച്ചെന്ന് ഫ്ലാപ്പിംഗ് ദ വിങ്സ്, ചിറക് വീശി, ആൻഡ് ഫ്ലൂ അവേ, പറന്ന് വായുവിലേക്ക് പോകുന്നു. ഇതവൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, അവൻ്റെ മുമ്പിൽ കൂടാണ്. ബട്ട് ഹീ ഫെയിൽഡ് ടു മസ്റ്റർ അപ്പ് കറേജ് ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച് വിച്ച് അപ്പിയർഡ് ടു ഹിം സോ ഡെസ്പറേറ്റ്. ഇതൊക്കെ കണ്ടിട്ടും, പലതവണ അവർ പറക്കുന്നതും അവർക്ക് നല്ല സന്തോഷമാകുന്നതും ഒക്കെ കണ്ടിട്ടും, നമ്മുടെ യങ് സീകളിന് ഹി കുഡിൻറ്റ് മസ്റ്റർ അപ്പ് കറേജ്. ടു മസ്റ്റർ അപ്പ് മീൻസ് ടു ഗ്യാദർ, സംഭരിക്കുക, ധൈര്യം സംഭരിക്കുക. എന്തിനുള്ളത്? ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച്. പ്ലഞ്ച് മീൻസ് ടു ജംപ്. സോ ഇഫ് എ ബേർഡ് വാണ്ട്സ് ടു ഫ്ലൈ, ഹി ഷുഡ് ജംപ് ഇൻ ടു ദ എയർ ആൻഡ് ദെൻ ഫ്ലാപ്പ് ഹിസ് വിങ്സ് ആൻഡ് സ്റ്റാർട്ട് ഫ്ലൈങ്. നമ്മൾ പാരാഗ്ലൈഡിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ട്. വലിയൊരു കുന്നിൻ്റെ മുകളിൽ നിന്ന് വായുവിലേക്ക് എടുത്ത് ചാടിയിട്ടാണ് ഗ്ലൈഡ് ചെയ്ത് പോവുക. സിമിലർലി ഈ പക്ഷിയും വായുവിലേക്ക് എടുത്ത് ചാടി ചിറക് വീശിയെങ്കിൽ മാത്രമേ അവന് പറന്നു പോകാൻ സാധിക്കുകയുള്ളൂ. അതാണ് സഹോദരങ്ങൾ ഓരോരുത്തരും ചെയ്തിരുന്നത്. അതിൽ ഹിസ് ലിറ്റിൽ സിസ്റ്റർ, ഒരു സ്പെഷ്യാലിറ്റി റൈറ്റർ എടുത്ത് പറയുന്നുണ്ട്. യെസ്, ഹർ വിങ്സ് വർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ. നമ്മുടെ യങ് ലിറ്റിൽ സീകളുടെ ചിറക് നല്ല വിശാലമായിട്ടുള്ള വലുതാണ്, അവന് പറക്കാൻ സാധിക്കും. അവൻ്റെ ചിറകിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്ത കുഞ്ഞു ചിറകും കൊണ്ടാണ് അവൻ്റെ അനിയത്തി പറന്നു പോയത്. എന്നിട്ടും അവൻ അതിനുള്ള ധൈര്യം കിട്ടുന്നില്ല. സോ ഹി ഫെൽറ്റ് ദാറ്റ് ജമ്പിങ് ഇൻ ടു ദ എയർ, ദാറ്റ് സ്റ്റെപ്പ് ഈസ് സോ ഡെസ്പറേറ്റ്. അതിന് അവന് പറ്റുന്നില്ല. ഓടി വക്ക് വരെ വരുന്നുണ്ട്, പക്ഷേ എടുത്ത് ചാടി ചിറക് വീശി പോകാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൗണ്ട്, calling to him shrilly, scolding him, threatening to let him starve on his sledge unless he flew away. അവർ പലതരത്തിൽ ശ്രമിച്ചു നോക്കുന്നുണ്ട്. That shrill sound is the peculiar sound of the bird. Then scolding him, ആദ്യമൊക്കെ പറഞ്ഞു നോക്കി, പറക്ക് മോനെ എന്ന് പറഞ്ഞു നോക്കി. അത് പലതവണ പറഞ്ഞിട്ടും അവൻ ശ്രമിക്കാതിരുന്നപ്പോൾ started to scold him. Scold means വഴക്ക് പറയുക. Then അതിൻ്റെ അടുത്ത സ്റ്റേജ് threatening him. Threaten means ഭീഷണിപ്പെടുത്തുക. എന്ത് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തുന്നത്? യു വിൽ ഹാവ് ടു സ്റ്റാർവ് ഹിയർ. നീ ഇവിടെ ഒറ്റയ്ക്ക് പട്ടിണി കിടക്കുകയുള്ളൂ. അൺലെസ് ഹീ ഫ്ലൂ അവേ. പറക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഭക്ഷണം കൊണ്ടു തരില്ല, നീ പട്ടിണി കിടക്കേണ്ടി വരും എന്നൊക്കെ അവർ പറഞ്ഞു നോക്കി. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹീ കുഡ് നോട്ട് മൂവ്. ഏത് രീതിയിൽ അച്ഛനും അമ്മയും ശ്രമിച്ചിട്ടും
ആ പറക്കാനുള്ള ഭയം മാറ്റിയെടുക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഓൾ ദീസ് ഹാപ്പൻഡ് 24 hours ago. തലേ ദിവസമാണ് ഇതൊക്കെ നടന്നത്. സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം. അച്ഛനും അമ്മയും ത്രട്ടൻ ചെയ്തതുപോലെ തന്നെ ദേ ലെഫ്റ്റ് ഹിം അലോൺ ഓൺ ദ ledge. The day before, all day long, he had watched his parents flying about with his brothers and sister, perfecting them in the art of flight. Underline that, perfecting them in the art of flight. Teaching them how to skim the waves and how to dive for fish. See, the writer has used the term perfecting them in the art of flight. പറക്കുക എന്ന കലയിൽ അവരെ പെർഫെക്റ്റ് ചെയ്യുക. Can we say that art, flight or flying is an art? എന്തുകൊണ്ടാണ് റൈറ്റർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? If you have watched or observed birds, you know that all the birds are flying not in the same way, not at all times. ഓരോ പക്ഷിയും ഓരോ സമയത്ത് ഓരോ തരത്തിലാണ് പറക്കുക. ഓരോ സന്ദർഭത്തിൽ പറക്കേണ്ട രീതികൾ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ളത്, ഇരയെ സ്പോട്ട് ചെയ്യാനുള്ളത്, ഇരയെ പിടിക്കാനുള്ളത്, വെറുതെ പറന്ന് നടക്കുക എന്നുള്ളത്, ദൂരദേശങ്ങളിലേക്ക് പറന്നു പോവുക എന്നുള്ളത്, ഇതൊക്കെ ഓരോന്നും ഓരോ തരത്തിലാണ്. സോ അങ്ങനെ ഓരോ സന്ദർഭത്തിലും എങ്ങനെ പറക്കണം എന്നുള്ളത് ഈ സീഗൾ പേരൻസ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തു. ആൻഡ് ദെൻ ഹൗ ടു സ്കിം ദ വേവ്സ് ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്. സ്കിമ്മിങ് ദ വേവ്സ് മീൻസ് തിരമാലയുടെ മുകളിൽ കൂടി തെന്നി പോകുന്ന പോലെ, തൊട്ടില്ല എന്നുള്ള മട്ടിൽ പോകുന്നത് പോലെ. ആൻഡ് ടു ഡൈവ് ഫോർ ഫിഷ്, ഫിഷിനെ പിടിക്കാനായിട്ട് എങ്ങനെ വെള്ളത്തിനടിയിലേക്ക് ഡൈവ് ചെയ്യണം, എന്തൊക്കെ. ഇഫ് യു ഹാവ് സീൻ ദ ബേർഡ് കിങ് ഫിഷർ, നീലപ്പൊന്മാൻ എന്ന് നമ്മൾ പറയുന്നത്, കുളത്തിൻ്റെയൊക്കെ സൈഡിൽ മരക്കൊമ്പിലോ ഏതെങ്കിലും ചെടിയുടെ കമ്പിലോ ഒക്കെ ഇരിക്കുകയായിരിക്കും. ഒരു നിമിഷം കൊണ്ട് അത് വെള്ളത്തിനടിയിലേക്ക് പാഞ്ഞു പോകുന്നതും കാണാം, ഫിഷുമായിട്ട് മുകളിലേക്ക് പൊങ്ങി വരുന്നതും കാണാം. സോ ഇങ്ങനെ ഒരു പക്ഷി അറിഞ്ഞിരിക്കേണ്ട, അതിൻ്റെ ജീവിതത്തിൽ അത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പേരൻസ് സീഗൾസ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ യങ് സീകൾ ലഡ്ജിലിരിപ്പുണ്ട്. ഇതൊന്നും കണ്ടിട്ട് അവന് പറക്കാൻ ശ്രമിക്കണമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ അവനെ കൊണ്ട് പിന്നെയും ധൈര്യം സംഭരിക്കാൻ പറ്റുന്നില്ല. He had in fact seen his older brother catch his first herring and devour it, standing on a rock, while his parents circled around raising a proud cackle. അത് മാത്രമല്ല അവൻ കണ്ടത്, ഒരു സെലിബ്രേഷനും കണ്ടു. എന്താ നോക്കൂ. His older brother caught a fish, his first fish. Herring is a kind of fish. And devour it. Devour means eating in a hurry. ധൃതി വെച്ച് കഴിക്കുക, ഒന്നിച്ച് കഴിക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ഡിവോർ പറയുക. ഇവിടെ ഈറ്റിംഗ് എന്നുള്ള അർത്ഥം എടുത്താൽ മതി. ആൻഡ് വെൻ ദാറ്റ് യങ് ഓൾഡർ ബ്രദർ ഈസ് ഈറ്റിംഗ് ഹിസ് ഫിഷ്, the parents were circling around him, raising a proud cackle. Cackle is another word used for the sound of the bird, the cry of the bird. ഇവിടെ ആ ക്രൈ എന്നുള്ളത് പ്രൈഡിനെ കാണിക്കുന്നതാണ്. The parents eagles were very proud of their first born child. ഏറ്റവും മൂത്ത മകൻ ആദ്യമായിട്ടൊരു മീനിനെ പിടിച്ചു, അതിനെ കഴിക്കുന്നു എന്നുള്ളത് അവർക്ക് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അവനെ പഠിപ്പിച്ചത് അവൻ പഠിച്ചു, അത് അവൻ പ്രയോഗത്തിൽ വരുത്തി എന്നുള്ളത് അവർക്ക് സന്തോഷകരമാണ്, അഭിമാനകരമാണ്. തിങ്ക് ഓഫ് യുവർ സെൽഫ് ഗെറ്റിംഗ് എ ജോബ് ആൻഡ് യു ആർ ഗിവിങ് യുവർ ഫസ്റ്റ് സാലറി ടു യുവർ പേരൻസ്. നിങ്ങൾക്ക് ജോലി കിട്ടിയ ആദ്യത്തെ ശമ്പളം നിങ്ങളുടെ പേരൻസിന് കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് തോന്നാവുന്ന അഭിമാനം, അതാണ് ഇവിടെ ഈ സീഗൾ പേരൻസിന് അവരുടെ മൂത്ത മകനെക്കുറിച്ച് തോന്നുന്നത്. ആൻഡ് ഓൾ ദ മോർണിംഗ് the whole family had walked about on the big plateau, midway down the opposite cliff, laughing at his cowardice. So, രാവിലെ മുഴുവൻ നേരവും all the family were sitting again opposite to his ledge. എതിർവശത്തുള്ള ക്ലിഫിലെ ഒരു പ്ലേറ്റോ മീൻസ് റേസ്ഡ് ഹൈ ലാൻഡ്, ഫ്ലാറ്റ് ലാൻഡ് എന്നുള്ളതിനാണ് പ്ലേറ്റോ എന്നുള്ളത്, പീഠഭൂമി എന്നുള്ളത്. ഇവിടെ കുറച്ച് പരന്നിരിക്കുന്ന ഒരു പാറ എന്നുള്ള അർത്ഥത്തിൽ എടുത്താണ്. And they were sitting there and laughing at his cowardice. Cowardice means ഭീരുത്വം. They were making fun of his cowardice, making fun of his fear to fly. And our young little seagull, he had to bear with it. അവനതെല്ലാം കേട്ടേ മതിയാവും. കാരണം he knows that they are laughing at him because he could not make his flight. Even his little sister could fly away. They could skim the waves, they could catch their fish,
They have learned everything that a bird should learn. But our little seagull, he could not learn all these things. And his parents also had scolded him. They had flown away, leaving him alone on his ledge. ഇതിന് ശേഷം എന്തുണ്ടായി എന്നുള്ളത് we will see in the next class. Thank you.